ഹായ്. ഇന്ന് ഫ്രൈഡേ അവധി ദിവസം ആയതുകൊണ്ട് നമ്മൾ മസ്കറ്റിലെ റോസ് ഗാർഡൻ കാണാനായിട്ട് ചേട്ടൻ എന്നെ അവിടെ കൊണ്ടാക്കിയിട്ട് ഡ്യൂട്ടിക്ക് പോയിരിക്കുകയാണ്. അപ്പം ഞാൻ വിചാരിച്ച് ഇന്ന് എന്തായാലും രാത്രി 9 മണി വരെ ഇവിടെ തന്നെ ചിലവഴിക്കാം. അങ്ങനെ എല്ലാ സ്ഥലങ്ങളും കാണാമെന്ന് കരുതി നടക്കുകയാണ്. ഇവിടെ നമ്മുടെ നാട്ടിലൊക്കെ അന്യം നിന്ന് പോയ പൂവാണ് ഈ കിടക്കുന്നത് കേട്ടോ. എന്ത് ഭംഗിയായിട്ട് കിടക്കുന്നത്. പിന്നെ ഞാൻ പോയതെന്ന് പറഞ്ഞാൽ കുട്ടികളുടെ പാർക്കിലോട്ടാണ്. കാരണം ഞാൻ ഇതുവരെ ഇവിടെ വന്നിട്ട് കുട്ടികളുടെ പാർക്കോ ഈ റോസ് ഗാർഡൻ മുഴുവനായി എനിക്ക് ഇതുവരെയും കണ്ടു തീർക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാൽ ഒന്ന് എല്ലായിടും ഒന്ന് കാണാൻ. ഇഷ്ടംപോലെ സമയമുണ്ടല്ലേ. അപ്പോൾ എൻ്റെ കൂടെ കടയിൽ ജോലി ചെയ്യുന്ന ചേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ ഫാമിലിയൊക്കെ ഉണ്ട്. അവരെയൊന്നും ഞാൻ വീഡിയോയ്ക്കകത്ത് കാണിക്കുന്നില്ല. ചിലപ്പോൾ എല്ലാവർക്കും വീഡിയോ എടുത്തിരുന്ന് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ച് അവരെയൊന്നും ഞാൻ കാണിക്കുന്നില്ല. അപ്പോൾ കുട്ടികളുടെ പാർക്കിനകത്താണ് ഞങ്ങൾ ഇപ്പം നിൽക്കുന്നത്. അപ്പോൾ അതൊരു 5 മണിക്ക് ഓപ്പൺ ആയതിന് ശേഷമേ അവിടെ എല്ലാം പരിപാടികൾ സ്റ്റാർട്ടിങ് തുടങ്ങും. എന്നാലും അടിപൊളി ഭംഗിയാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്രയും വലിയൊരു പാർക്കിൽ ഞാൻ പോയിട്ടില്ല. ഉള്ള കാര്യം പറയാമല്ലേ. നിങ്ങൾക്കൊക്കെ ചിലപ്പോൾ അത്ഭുതമായിരിക്കും ഞാൻ അങ്ങനെ പറയുമ്പോൾ. ഞാൻ പോയിട്ടില്ല. ഇതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കൊച്ചുങ്ങൾ കയറിയിരിക്കുമ്പോൾ ഇത് നല്ല രീതിയിൽ കിടന്ന് കറങ്ങും. പക്ഷേ നമ്മളെയൊന്നും കയറ്റൂല കേട്ടോ. ഇതിനകത്ത് കയറ്റും കാശ് കൊടുത്താൽ. നമ്മൾ അല്ല, ഇതിനകത്ത് കയറ്റില്ല കുഞ്ഞുങ്ങളെയായത്. അപ്പോൾ ഇത്തിരി അപ്പുറത്തോട്ട് ചെല്ലുമ്പോൾ ഞാൻ വേറെ കാണിച്ചു തരാം. അതിനകത്ത് അവിടുത്തെ ഒമാനികളും പിന്നെ അവരുടെ വൈഫും കൊച്ചുങ്ങളും എല്ലാവരും ഫാമിലിയായിട്ടൊക്കെയാണ് ഇരുന്ന് കറങ്ങുന്നത്. എന്തോ ഒരു നല്ല കാഴ്ചകളാണ് കാണാൻ കിടക്കുന്നതെന്ന് നോക്കിയാണ് ഈ റോസ് ഗാർഡനകത്ത്. ഞാൻ ഈ ഗാർഡൻ ഏരിയയിൽ മാത്രമേ ഇതുവരെ പോയിട്ടില്ല. ഇന്നാണ് ഈ കുട്ടികളുടെ പാർക്കിലേക്ക് കയറിയത്. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കസേരയിൽ കയറി ഇരുന്നിട്ട് അവർ 2-3 ഒരാളുള്ളെങ്കിലും ഇവിടെ അവർ സ്റ്റാർട്ട് ചെയ്യും. കാരണം ഒന്നിച്ചാണ് ഇവിടെ പൈസ അടയ്ക്കുന്നത്. 5 റിയാലോ കണ്ട് അടയ്ക്കുമ്പോൾ ഈ എല്ലാ യന്ത്രത്തിലും നമ്മളെ കയറ്റി എല്ലാ കൊച്ചുങ്ങളെ നമുക്ക് എത്ര പേർക്കാണ് എത്ര ടിക്കറ്റ് എടുത്താൽ എല്ലാവർക്കും. പിന്നെ കുഞ്ഞുങ്ങൾ മാത്രം കയറുന്നതാണ് ആദ്യം കാണിച്ചത്. പക്ഷേ ഇതൊക്കെ നമുക്ക് വലിയവർക്കും എല്ലാം കയറാം. ഇത് കുതിരയാണ് കേട്ടോ. എന്ത് ഭംഗിയായിട്ടാണ് ആ കുതിര ഇവർ ഡെക്കറേഷൻ ചെയ്ത് വെച്ചേക്കെന്ന് നോക്കിയാണ്. ഇത് കറങ്ങുമ്പോഴാണ് അതിൻ്റേതായ ഭംഗി. ഇപ്പോഴവർ ഓഫാക്കിയിട്ടേക്കാണ്. കാരണം 5 മണിക്ക് ശേഷം 5:30 ആവും സ്റ്റാർട്ടിങ് തുടങ്ങുമ്പോൾ ഞാൻ പറ്റുമെങ്കിൽ ഇതിൻ്റെ ഒരു വീഡിയോ കാണിക്കാം. പക്ഷെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അതാ തുടങ്ങി കറങ്ങാൻ. അപ്പോൾ ആൾ വന്നു കറങ്ങാൻ തുടങ്ങി. അതോ പിന്നെ 1-2 കൊച്ചുങ്ങളെങ്ങാണ്ടേ ഉള്ളൂ. അതുകൊണ്ട് ഇവിടെ ആൾക്കാർ നിൽക്കുന്നതേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതും കറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇത് കറങ്ങി ഒരുപാട് സ്പീഡായിരിക്കുമെന്നാണ് പറയുന്നത്. നമുക്ക് മുകളിലോട്ട് നോക്കുമ്പോൾ തന്നെ ആകാശം മുട്ടേ കിടക്കുകയാണ്. ഭയങ്കര പേടിയാവുന്നുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഒരു വള്ളം പോലൊരു സാധനം കേട്ടോ. അതിനകത്തും ഒമാനി ഭാര്യയും കൊച്ചുങ്ങളൊക്കെ ടിക്കറ്റ് എടുത്ത് കയറിയിരുന്നിക്കും. അത് ഊക്കിന് കറങ്ങും. ഇത് നമ്മൾ അത്ഭുതത്തോടെ വന്നു കഴിയുമ്പോൾ 2 കൊച്ചുങ്ങൾ ഓടി മേലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ചോദിച്ചാൽ എന്നാൽ ഇതൊന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അവിടെ നിന്നപ്പോൾ ഇനിയിപ്പോൾ ആ കൊച്ചുങ്ങൾ അതിൻ്റെ മുകളിൽ കയറിയിട്ട് ഒരു ഷീറ്റ് ഉണ്ട്. ഓരോ ഷീറ്റ് അവരുടെ കയ്യിലുണ്ട്. അപ്പോൾ ആ ഷീറ്റ് അവർ അവിടെ നൂത്തിട്ടിട്ട് അവർ കയറി വരുന്നതേ ഉള്ളൂ. അവരെല്ലാം ഒരു കരിമ്പടം പോലെ ഓരോ ഷീറ്റുകൾ അവരുടെ കയ്യിലിരിപ്പുണ്ട്. അത് ആ 3 പേരും അത് അവിടെ നൂത്തിടുക. ഞാനും ഇങ്ങനെ അത്ഭുതത്തോടെ നിന്ന് നോക്കുക. ഞാനിതൊന്നും കണ്ടിട്ടില്ല. നമ്മളെ എറണാകുളത്ത് ഒക്കെ പോയ എല്ലാവരും കാണുന്നതൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്ക് പോകാനുള്ള അവസരം കിട്ടിയിട്ടില്ല. ഞാൻ പോയിട്ടുമില്ല. തിരുവനന്തപുരത്ത് പോയിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ളതൊന്നും ഞാൻ പോയി കണ്ടിട്ടില്ല. ആ കുട്ടികൾ കരിമ്പടത്തിന് നിരങ്ങി ഇറങ്ങുമോ. എന്തൊരു സന്തോഷമെന്ന് നോക്കിയാണ്. അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ട് നടന്നവിടെ കുറേ മരങ്ങൾ. പക്ഷേ നല്ല ഭംഗിയായിട്ട് നമുക്ക് അടിയിൽ നിന്ന് മേലോട്ട് സൂൺ ചെയ്തെടുക്കാൻ എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹം തോന്നി. അങ്ങനെ എടുത്തതാണ്. ആ തറയുടെ ഡെക്കറേഷനൊക്കെ ഒന്ന് കാണണം. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തറയോ പിന്നെ പരിസരങ്ങളോ എല്ലാം നമ്മുടെ വീടിനകം കിടക്കുന്ന പോലെ കിടക്കുന്നു. ഒരു കരിയില പോലും അവിടെയൊന്നും ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു അത്ഭുതം എന്ന് പറയുന്നത്. അതാണ് ആ സൂൺ ചെയ്ത് എന്തൊരു നല്ല ഭംഗിയായിട്ട് നമുക്ക് ഒരുപാടങ്ങ് മനസ്സിനൊരു സന്തോഷം തോന്നി എനിക്ക് ഇന്നത്തെ ഈ ഫ്രൈഡേ അവധി അടിച്ചു പൊളിക്കാൻ വന്നപ്പം. കാരണം ഞാൻ ഇതുവരെയും വന്ന് ഇതിലേക്കൂടെയൊക്കെ ഒന്ന് ചകല നേരം നിന്നിട്ട് അങ്ങ് പോകത്തേ ഉള്ളൂ. ഇന്ന് ഞാൻ വിചാരിച്ചു എല്ലായിടവും പോയി കാണുക തന്നെ. അങ്ങനെ ഇത്തിരി അപ്പുറത്തോട്ട് ചെല്ലുമ്പോൾ 10, 16, 17 വയസ്സുള്ള കുട്ടികളും ഒക്കെ അവർക്കിടേതായ രീതിയിലുള്ള ഡാൻസിൻ്റെ ഒരു ഇതാണ് നമ്മൾ അവിടെ കാണുന്നത്. അതും ഓപ്പണായി. അത് കഴിഞ്ഞ് ഞാൻ വന്നപ്പോഴേ ഒരു വണ്ടി അവിടെ കിടക്കുക. ഞാൻ വിചാരിച്ചു കൊച്ചുങ്ങളെ കളിക്കുന്നതെന്നല്ല. ഇവിടെ നടക്കാൻ വയ്യാത്തവർക്ക് ഏക്കർ കണക്കിനാണ് ഈ റോസ് ഗാർഡൻ കിടക്കുന്നത്. അപ്പോൾ അതിൽ കയറി ഒമാനി അവരുടെ മക്കളും നമുക്കും വേണമെങ്കിൽ ടിക്കറ്റ് എടുത്ത് ഇതിനകത്ത് കയറിയാൽ അവർ എല്ലാ സൈഡും കൊണ്ട് നടന്ന്
കാണിക്കും അതിനകത്ത്. നടക്കാൻ പറ്റാത്തവർക്കൊക്കെ നല്ല കാര്യമാണ് അത്. പക്ഷേ എന്നാലും ഇതൊക്കെ എനിക്ക് ഭയങ്കര ഒരു അത്ഭുതം കേട്ടോ. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് ഇത്തിരി അങ്ങോട്ട് നടന്ന് ഇത്തിരി ഇരിക്കാമെന്ന് വിചാരിച്ചു. കാലൊക്കെ അങ്ങ് കഴച്ച് പോയി. അങ്ങനെ ഒരു ശകല നേരം ഞാൻ അവിടെ ഇരുന്ന് വീണ്ടും ഉറപ്പൊന്നുമില്ല, വീണ്ടും എഴുന്നേറ്റ് ഗാർഡൻ ഏരിയയിലോട്ട് പോയി. അപ്പോൾ അവിടെ നമുക്ക് ഏറ്റവും നമ്മളെ ആകർഷിക്കുന്നതാണ് ഈ വെള്ളം വീഴുന്ന ആ സ്ഥലങ്ങൾ. കാരണം എനിക്ക് ഒരുപാട് സന്തോഷം നൽകിയ ഒരു കാഴ്ചയാണ് ഇത്. കാരണം എന്ന് വെച്ചാൽ എനിക്ക് അത്ഭുതമായിരുന്നു ഇവിടുന്ന് ഇങ്ങനെ വന്ന് കാണും. പക്ഷെ ഫോട്ടോയൊക്കെ ഓരോരുത്തർ വന്നിരിക്കുന്നു, എടുക്കുന്നു. ഇതിനും ഒരു ദിവസം ചേട്ടൻ എൻ്റെ ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നാലും എനിക്ക് ഇത്ര ഭംഗി എനിക്ക് കിട്ടിയില്ല. ഇന്നത്തെ ആ വീഡിയോ എനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് ഞങ്ങൾ നടന്ന് പിന്നെ റോസ് ഗാർഡൻ്റെ ലാസ്റ്റ് ഏരിയയിലേക്ക് നടന്നു പോകുമ്പോൾ ഒരുപാട് ഗോപുരങ്ങളും ലൈറ്റുകളും ഒക്കെ ഉണ്ട്. അതിനുശേഷം ഏറ്റവും വിശേഷം എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് എല്ലാവർക്കും ഇരുന്ന് ഫോട്ടോ എടുക്കാൻ ഐ ലവ് യു ഒമാൻ എന്നുള്ളൊരു ബോർഡ് അവിടെ വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ അവിടെ വരുന്ന സന്ദർശകർക്ക്. അപ്പോൾ അതിലും നമ്മളെല്ലാവരെയും കയറ്റി ഫോട്ടോ ഒക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്തിട്ട് വീണ്ടും നമ്മൾ അതിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് നോക്കിയപ്പോൾ അങ്ങേ അറ്റത്ത് വെള്ളച്ചാട്ടം കണ്ട്. അപ്പോൾ എല്ലാം ഞാൻ ജോലിക്ക് പോകുമ്പോഴും പിന്നെ സീബിലോട്ട് പോകുന്നവർക്കെല്ലാം കാണാൻ ഈ വെള്ളം ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴെല്ലാം ഞാൻ ചേട്ടനോട് പറയും, എനിക്ക് ഒരു ദിവസം അവൻ്റെ അടുത്ത് ചെന്ന് എനിക്കൊരു വീഡിയോ എടുക്കണം ചേട്ടാ എന്ന് പറയുന്നത്. അപ്പോൾ പറഞ്ഞാൽ അതൊക്കെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട്. പക്ഷേ വന്നിട്ട് 2 വർഷമായെങ്കിൽ ഇന്നാണ് എനിക്കതിന് പറ്റിയത്. കാരണം സമയം കൊണ്ട് 9 വരെ ചേട്ടൻ വരത്തുള്ളൂ. ആ സമയം വരെ എനിക്ക് വീഡിയോ എടുക്കാമല്ലോ. അങ്ങനെ ഞാനും എൻ്റെ കൂട്ടുകാരും കൂടെ അവിടെ പോയി നിന്ന് എല്ലാ വീഡിയോകളും ആ വെള്ളമൊക്കെ വരുന്ന എന്ത് ഭംഗിയാന്ന് നോക്കും. നമ്മൾ നാട്ടിൽ ചിലടത്തൊക്കെ പാലരുവിയിലും വെള്ളച്ചാട്ടത്തിലൊക്കെ പോയി കണ്ടിട്ടുണ്ടല്ലോ. ഇവിടെ ഒരു ഭയങ്കര അത്ഭുതമാണ്. ഈ സീബിലോട്ടും ബെർക്കയിലോട്ടൊക്കെ പോകുന്നവർക്ക് റോഡേ പോകുമ്പോൾ ഇത് കണ്ടുകൊണ്ടാണ് പോകുന്നത്. എപ്പോഴും ഈ വെള്ളം വന്നുകൊണ്ടേയിരിക്കും. അത് കറണ്ടിൻ്റെ വഴി എന്തോ ഒരു ഡെക്കറേഷനാണ് അവർ വെള്ളം ഇറക്കുകയും കയറ്റിയും വിട്ടുകൊണ്ടേയിരിക്കും. പക്ഷേ എന്നാലും അത് നമുക്കൊക്കെ ഭയങ്കര ഒരു അത്ഭുതമാനികളും അവരുടെ ഭാര്യമാരും ഒക്കെ സന്ധ്യസമയത്ത് അവിടെ നിന്ന് വീഡിയോ പിടിക്കാനും അവിടെ വന്ന് ഒരുപാട് നേരം ഇരിക്കും. നല്ല തണുപ്പാണ് അതിൻ്റെ ഇപ്പുറത്തോട്ട് നമുക്ക് ഇരിക്കാൻ. പക്ഷെ അവിടെ നമുക്ക് നിന്ന് കഴിഞ്ഞാൽ പോവാൻ തോന്നത്തേ ഇല്ല. ഒരു കൊച്ചു പയ്യനും കൂടെ നമ്മുടെ ഫ്രണ്ടിൻ്റെ മോനുണ്ട്, ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതെന്ന് പറഞ്ഞാൽ ഒരു സൈലൻ്റ് കുട്ടിയാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. പക്ഷേ അതുകൊണ്ട് അവരൊക്കെ ഉണ്ടായേണ്ട ഒരു കൂട്ടിന് ആളുണ്ടായിട്ടാണ് ഞാൻ ഇത്രയും നേരം അവിടെ ചെന്ന് ഇരുന്നത്. അത് വേറെ കാര്യം. എന്നിട്ട് ഞങ്ങൾ പതിയെ വീണ്ടും ഗാർഡൻ്റെ ഏരിയയിലോട്ട് വരണം. അപ്പോൾ ഞാൻ ഇത് എൻ്റെ അമ്മയെ കാണിക്കാൻ എടുത്തത്. നാട്ടിലൊക്കെ ഉള്ളത് വീട്ടുപാലയെന്ന് പറയുന്ന ഒരു സാധനമാണിത്. എന്നിട്ട് വേറൊരു സൈസ് മഞ്ഞപ്പൂ, അതൊക്കെ നമ്മുടെ നാട്ടിൽ അന്യം നിന്ന് പോയ പൂക്കളാണ്. എല്ലാ പൂക്കളും ഇവിടെ ഒമാനികൾ നട്ട് വളർത്തി അതിൻ്റേതായ രീതിയിൽ പരിപാലിച്ചാണ് ഇട്ടേക്കുന്നത്. ഒരുപാട് പൂക്കൾ നമ്മളെ നാട്ടിലില്ലാതായ പൂക്കൾ വരെ. ഇനിയിപ്പോൾ മഞ്ഞ് തുടങ്ങിക്കഴിഞ്ഞാൽ പറയേ വേണ്ട, ചെടികളുടെ അഭിഷേകമാണ്. റോഡ് സൈഡ് വരെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പ്ലാസ്റ്റിക് പൂവാന്നേ പറയും. പക്ഷേ അല്ല അവരുടേത്. പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ നാട്ടിലൊക്കെ കൈതച്ചെടി എന്ന് പറയുന്ന ഒരു ചെടിയുണ്ട്. അത് അവർ അടി തൊട്ടേ അതിൻ്റെ ഇല വെട്ടി ഇങ്ങനെ ഡെക്കറേഷൻ ചെയ്തു. അപ്പോൾ അതിനൊരു പൂവുണ്ട്. ആ പൂ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായി. ഞാൻ ഓടി ചെന്ന് ആ പൂവിനകത്ത് മുള്ളു കുത്തുമെന്നൊന്നും പേടിക്കാതെ പൂവിനകത്ത് പിടിച്ച് ഒരെണ്ണം പറിച്ചൊക്കെ മണപ്പിച്ച് നോക്കി. എനിക്കങ്ങനെ അത്ഭുതമാണ്. അവർക്ക് ഭയങ്കര അത്ഭുതമായിപ്പോയി. ഇത് ഞാൻ കണ്ടിട്ടില്ല ഇവിടെ വന്നതിന് ശേഷം. പക്ഷേ അത് മണപ്പിച്ച് നോക്കിയപ്പോൾ ഉണ്ടല്ലേ ഒരു വല്ലാത്ത സ്മെല്ല്. ഞാൻ ഒറ്റ ചാട്ടത്തിന് വെളി ചാടി. മണം എനിക്ക് പിടിച്ചില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ റോസ് ഗാർഡനിലെ വിശേഷങ്ങൾ.